എന്റെ പ്രിയപ്പെട്ട ഉമ്മയോട് അടുത്ത റൂമിൽ ഭർത്താവിന്റെ കൂടെ കിടക്കുന്ന പൊന്നുമോള്, എന്തേ നിസ്കരിക്കാൻ വിളിക്കാൻ നിനക്കെന്തേ കഴിയാത്തത്? അവരെ നിസ്കരിക്കാൻ വിളിപ്പിക്കാതെ, അവരെ വിളിച്ചുണർത്തി നിസ്കരിപ്പിക്കാതെ നീ സ്വന്തം നിസ്കരിച്ചിട്ട് കാര്യമുണ്ടോ? പാപ്പാ 15 വയസ്സുള്ള പൊന്നാര മകനെ വീടിന്റെ അകത്ത് സുബഹി നമസ്കരിക്കാതെ കിടന്നുറങ്ങുമ്പോ നീ പള്ളിയിൽ പോയി നമസ്കരിക്കാൻ പോയാ നിനക്കെന്ത് പ്രതിഫലവാ? സ്വന്തം മക്കളെ നന്നാകാത്ത വാപ്പാ. അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, നാളെ പടച്ചറപ്പിന്റെ പരലോകത്തിലെ ഏറ്റവും വലിയ വൃത്തികെട്ടവര് 3 വിഭാഗമാ. കള്ളുകുടിയനല്ല, പലിശ തിന്നുന്നവനല്ല, കാഫിരീങ്ങളല്ല. അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുന്നു, ഈ സദസ്സിലിരിക്കുന്ന ചില വാപ്പമാരാ, ഈ സദസ്സിലിരിക്കുന്ന ചില ഉമ്മമാരാ, അല്ലാഹുവിന്റെ കരുണ കിട്ടാത്ത, പടച്ചവന് പരിഗണന കാണിക്കാത്ത, മുഖത്ത് പോലും കാത്ത റബ്ബിന്റെ കോടതിയിലെ ഏറ്റവും വൃത്തികെട്ടവര് 3 വിഭാഗമാണ്. ആ 3 വിഭാഗത്തിലെ ഒരു വിഭാഗം ആരെന്നറിയുമോ? തന്റെ ഭാര്യയും മക്കളും തെറ്റ് ചെയ്യുമ്പോ ആ തെറ്റ് ചെയ്യുന്നത് കണ്ടിട്ട് അതിന് നിസാരമായി തള്ളിക്കളയുന്ന മുസ്ലിമേ, നിന്നെ അല്ല വെറുതെ വിടത്തില്ലെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ആരെ പോലെയാകണമെന്നറിയുമോ? നിങ്ങൾ ആരെ പോലെയാകണമെന്നറിയുമോ? മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു. ഒന്ന് പച്ചക്കുബ്ബയുടെ മടിത്തട്ടിൽ മുത്തുനബിയുടെ ചാരത്ത് കിടക്കുന്ന ഉമർ തങ്ങളുണ്ടല്ലോ, അല്ലാഹുവിന്റെ റസൂലിന്റെ ചാരത്ത് കിടക്കുന്ന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു. ആ ഉമർ തങ്ങളെ പോലെയാകണം ഒരു വീട്ടിലെ വാപ്പാ. ഒരു ഉമ്മയാകേണ്ടത് ഉമർ തങ്ങളെ പോലെയാണ്. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു അതാ നമസ്കരിക്കുന്നതിന് വേണ്ടി എഴുന്നേറ്റ് കഴിഞ്ഞാൽ തന്റെ ഭാര്യയെ വിളിച്ചുണർത്തുകയാണ്. എന്നിട്ട് തന്റെ മക്കളുടെ ചാരത്തേക്ക് കടന്നു പോവുകയാ. വാപ്പാ, വിളിച്ചുണർത്തണം വാപ്പാ, നിനക്കറിയുമല്ലോ 7 വയസ്സുള്ളവനോട് നമസ്കരിക്കാൻ കൽപ്പിക്കണം. യഥാ 10 വയസ്സായിട്ട് നിസ്കരിക്കാത്തവനെ തല്ലണമെന്നാണ്. 7 വയസ്സുള്ളവനോട് നിസ്കരിക്കാൻ കൽപ്പിക്കണം, 10 വയസ്സായിട്ട് നിസ്കരിക്കാത്തവനെ തല്ലണം. നിസ്കരിക്കാത്തതിന്റെ പേരിൽ മക്കളെ തല്ലിയ ഏതെങ്കിലും ഒരു വാപ്പ ഉണ്ടെങ്കിൽ കൈവക്ക്, നിനക്ക് ദുആ ചെയ്യാനാ. ഒന്ന് കൈവക്കിക്ക്. നിസ്കരിക്കാത്തതിന്റെ പേരിൽ ഇന്നുവരെ മക്കളെ തല്ലിയ ഒരു വാപ്പ ഒന്ന് കൈവക്കിക്ക്. ഫാൻ ഇടിഞ്ഞ് താഴെ വീഴാതെ കാത്തോ, അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. എടാ, 10 A+ വാങ്ങാത്തതിന്റെ പേരിൽ 7 A+ വാങ്ങി, 10 വാങ്ങാത്തതിന്റെ പേരിൽ മമ്മട്ടിയുടെ കൈ കൊണ്ടാ വാപ്പ മോനെ തല്ലിയേ. നിങ്ങൾ ആലോചിക്കുക. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, സ്കൂളിൽ പരീക്ഷയ്ക്ക് ജയിക്കാത്തതിന് വാപ്പ തല്ലും, ട്യൂഷന് പോയില്ലെങ്കിൽ തല്ലും. എന്നാ എടാ, ഇന്ന് വരെ അവിടെ നിന്ന് പറഞ്ഞു 10 വയസ്സുകാരൻ നിസ്കരിച്ചില്ലെങ്കിൽ തല്ലണോന്നാ പറഞ്ഞ. എന്നിട്ട് ഇന്ന് വരെ നിങ്ങൾ തല്ലിയിട്ടുണ്ട്, അള്ളാഹു അലം. പക്ഷെ നിന്റെ വാപ്പാടെ കയ്യിൽ നിന്ന് ഇഷ്ടം പോലെ കിട്ടിയിട്ടുണ്ട്, അതുകൊണ്ട് നിങ്ങൾ നേരെയായി. അള്ളാഹു നമ്മളെ നേരെയാക്കി തരുമാറാകട്ടെ. ഇതാ നമ്മൾ ചിന്തിച്ചു നോക്കിയേ. അപ്പൊ മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ഒരു വാപ്പ എന്ന് പറഞ്ഞ അങ്ങനെ ആകണം. എഴുന്നേറ്റു ഭാര്യയെ വിളിച്ചു. എന്നിട്ട് നേരെ മക്കളുടെ റൂമിന്റെ മുന്നിൽ ചെല്ലും. മക്കളുടെ മുന്നിൽ ചെന്നിട്ട് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് ഖുർആനിലെ ഒരു ആയത്താ ഓതിയത്. പഠിച്ചോ എല്ലാ വാപ്പമാരും, എന്റെ ഉമ്മമാരെല്ലാവരും ഈ ആയത്ത് പഠിച്ചോ. ഈ ആയത്ത് വേണം കിടന്നുറങ്ങുന്ന മക്കളുടെ ചാരത്ത് ചെന്ന് പോതാര്. നിസ്കരിക്കാത്ത ഭർത്താവ്, നിസ്കരിക്കാത്ത ഭാര്യ, നിസ്കരിക്കാത്ത മക്കള്, ഇവരുടെ ചാരത്ത് ചെന്നിട്ട് പരിശുദ്ധമായ ഖുർആനിലെ ഈ ആയത്ത് ഓതിക്കൊടുത്താ ഈമാനുണ്ടോ? ഒരു കടുകു മണിയുടെ അളവെങ്കിലും ഈമാനുണ്ടോ? എഴുന്നേറ്റ് നിസ്കരിക്കും ഉമ്മ, എഴുന്നേറ്റ് നിസ്കരിക്കും ബാപ്പാ. ഏതായത്താ ഓതേണ്ടതെന്നറിയുമോ? അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനാ പറയുന്നത്. അല്ലാഹുവിന്റെ ഖുർആനാ പറഞ്ഞത്, വഅ്മുർ അഹ്ലക ബിസ്സലാത്തി വസ്തബിർ അലൈഹാ ലാ നസ്അലുക റിസ്ഖാ നഹ്നു നർസുഖുഹു വൽ ആഖിബത്തു ലിത്തഖ്വാ.
വിശുദ്ധമായ ഖുർആൻ പറഞ്ഞു, ഒരു വാപ്പ നിസ്കരിക്കാത്ത മക്കളോടും ഭാര്യയോടും ഓതിക്കൊടുക്കേണ്ട ആയത്തിത. അള്ളാഹു നമുക്ക് ഓതാൻ ഭാഗ്യം തരുമാറാകട്ടെ. അല്ലാതെ A+ വാങ്ങാത്തതിന്റെ പേരിൽ തല്ലുകയല്ല, ട്യൂഷന് പോകാത്തതിന്റെ പേരിൽ തല്ലുകയല്ല. എടാ പണമില്ലെങ്കിൽ ജീവിക്കാൻ പറ്റൂലടാ എന്നല്ല പറഞ്ഞു കൊടുക്കേണ്ടത്. ഈ ആയത്തങ്ങിട്ട് പറ, ഇത് അല്ല പറഞ്ഞതല്ലേ? സൂറത്ത് ത്വാഹ അള്ളാഹു അല്ലേ പറഞ്ഞ? ഖുർആനിൽ വിശ്വസിക്കുന്നവരാണല്ലോ. ഞാൻ പറഞ്ഞല്ല, അല്ല പറഞ്ഞതാ. അല്ല എന്തേ പറഞ്ഞെന്നറിയോ? ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു തആല അൻഹു വീടിന്റെ അകത്ത് കിടന്നുറങ്ങുന്ന മക്കളെ വിളിച്ചിട്ട് പറയണ്ട, മോനെ എഴുന്നേറ്റ് നിസ്കരിക്കടാ, എഴുന്നേറ്റ് നിസ്കരിക്കടാ. നിസ്കരിച്ച അല്ലാഹ് തരുന്ന പ്രതിഫലം എന്തെന്നറിയോ? അല്ലാഹു പറയുകയാണ്, വഅ്മുർ അഹ്ലക ബിസ്വലാത്തി വസ്തബിർ അലൈഹാ. എല്ലാരും കേട്ടോ, അല്ലാഹുവാണ് പറയുന്നത്, പരിശുദ്ധമായ ഖുർആനാ പറഞ്ഞത്. ഉമ്മ നീ കേട്ടോ, ഉമ്മ മക്കളെ അല്ലാഹുവേ, അതാ മക്കളെ തല്ലുന്ന ഉമ്മമാര്, ദുനിയാവിന് വേണ്ടി പരക്കം പായുന്ന ഉമ്മമാര് പിഞ്ചു മക്കളോട് പറയുന്ന, മോനെ നല്ലതുപോലെ പഠിച്ചു നല്ല മാർക്ക് വാങ്ങി ജയിച്ചാല് നിനക്ക് ഈ ദുനിയാവിൽ ജീവിക്കാൻ പറ്റൂ, പൈസ ഉണ്ടെങ്കിലേ നല്ല ഒരു ഭാവിയുള്ളൂ എന്ന് പറഞ്ഞു കൊടുക്കുന്ന ഓരോ മാതാവും പിതാവും കേട്ടോ, അല്ലാഹുവിന്റെ ഖുർആനാ പറയുന്നത്. അവിടെന്ന് പറയുകയാ, ഉമർ തങ്ങൾ തന്റെ പൊന്നാര മക്കളെ വിളിച്ചു നിർത്തുന്നത് എങ്ങനെയെന്നറിയുമോ? മോനെ എഴുന്നേറ്റ് നിസ്കരിക്കടാ. നിസ്കരിച്ചാൽ അല്ലാഹു തരുന്ന ഒന്നാമത്തെ പ്രതിഫലം, വഅ്മുർ അഹ്ലക ബിസ്വലാത്തി വസ്തബിർ അലൈഹാ ലാ നസ്അലുക റിസ്കാ. അല്ലാഹു പറയുകയാണ്, ലാ നസ്അലുക റിസ്കാ നഹ്നു നർസുഖുഹു. അല്ലാഹു പറയുന്നു, ഞാനാണ് ഭക്ഷണം തരുന്നത്. നീ അന്നം തേടിയിട്ട് നടക്കണ്ട, നീ ഭക്ഷണം ഉണ്ടാക്കുന്നതിന് വേണ്ടി പരക്കം പായണ്ട. അല്ലാഹു പറയുന്നത്, ഭക്ഷണം തരുന്നത് ഞാനാ. നിനക്കും നിന്റെ കുടുംബത്തിനും മരിക്കുന്ന കാലം വരെ തിന്നാ ഞാൻ ഭക്ഷണം തരാമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുന്നു. അല്ലാഹു പറയുകയാ, ഭക്ഷണം തരുന്നവൻ ഞാനാ, നീയല്ല. നീ ഭക്ഷണം തേടിയിട്ട് കടന്ന് പരക്കൊന്നും പായണ്ട. 5 നേരം നിസ്കരിച്ച നിനക്കും നിന്റെ ഭാര്യക്കും മക്കൾക്കും മരിക്കണ കാലം വരെ തിന്നാൻ ഞാൻ തരാന്ന് അല്ലാഹു പറയുന്നുണ്ട്. അല്ലാഹു അത് വാങ്ങാൻ ഭാഗ്യം തരുമാറാകട്ടെ. അല്ലാഹ് എന്താ പറഞ്ഞേ? ഖുർആനല്ലേ പറഞ്ഞേ? 132 135 ആയത്താന്ന് തോന്നുന്നു, സൂറത്തു ത്വാഹ. നിങ്ങൾ പോയി നോക്കി, പോയിട്ട് എടുത്ത് നോക്ക്. അല്ലാഹ് പറയാ, നീ റിസ്ക് തേടി നടക്കണ്ട, നീയല്ല, ഞാനല്ലേ തരുന്നേ, ഞാനല്ലേ ഏറ്റവും ഭക്ഷണം തരാന്ന്. 5 നേരം നിസ്കരിച്ചു കഴിഞ്ഞാൽ മരിക്കണ കാലം വരെ ആര് ഭക്ഷണം തരും? ആര് തരും? പറ മനുഷ്യന്മാര്, ആര് തരും? അല്ലാഹ് തരും. അതുകൊണ്ട് രാവിലെ എഴുന്നേറ്റ് പെണ്ണുമ്പിള്ളയെ മക്കളെയും വിളിച്ചുണർത്ത്, അല്ലാതെ ജോലിക്ക് പോകാനല്ല നോക്കണ്ട. രാവിലെ എഴുന്നേറ്റിട്ട് ഭാര്യയും മക്കളെയും വിളിച്ചു നിർത്തിയിട്ട് നിസ്കരിപ്പിക്ക്. മരിക്കുന്ന കാലം വരെ പിരിവിന് നടക്കണ്ട. ഇങ്ങനെ പള്ളി തോറും കയറി. ഇപ്പൊ റമദാനാകുമ്പോ പണക്കാരുടെ വീടിന്റെ മുന്നിൽ പിരിവ്. പലരും പിന്നെ റിമോട്ടാ ഗേറ്റ് തുറക്കൂല. പിന്നാണെങ്കിൽ നിരോധനം, യാചന നിരോധിച്ചിരിക്കുന്നു. എന്താ പറയാ, എന്താ അവളെ അള്ളാഹു നമുക്ക് തന്നിരിക്കും അധികാരം. യാചന നിനക്ക് എന്ത് അർഹതയാടാ നിരോധിക്കാൻ? നിനക്കെന്ത് അർഹത? അള്ളാഹു നമ്മളെയൊക്കെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് സഹോദര, ഉമ്മയും വാപ്പയും കേട്ടോ, രാവിലെ ഉറങ്ങുന്ന മക്കളെ വിളിച്ചുണർത്തണം. എഴുന്നേക്ക്, മരിക്കുന്ന കാലം വരെ അള്ളാഹു ഭക്ഷണം തരും. എഴുന്നേറ്റ് നിസ്കരിക്കട. ഇല്ല, തിരിഞ്ഞു കിടന്നു. ഇല്ല, തിരിഞ്ഞു കിടന്നു. ഇതങ്ങോട്ട് പറഞ്ഞാൽ പെട്ടെന്നങ്ങോട്ട് അറിയത്തില്ല, പെട്ടെന്ന് അങ്ങോട്ട് ഉൾക്കൊള്ളാൻ കഴിയണമെന്നില്ല. എന്നാല് രണ്ടാമത് പറഞ്ഞു കൊടുക്കേണ്ടത് എന്താണ്? അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ എവിടെന്ന് പറയുന്നൊരു വാപ്പതാ നിസ്കരിക്കാതെ കിടന്നുറങ്ങുന്ന പൊന്നുമകനോട്, ഉമ്മ നിന്റെ പൊന്നുമോളോട് അവിടെന്ന് ചോദിക്കണം, മോളെ മോഹമില്ലേ പൊന്നുമോള്? ഒരു നല്ല മരണം വേണമെന്ന് നിനക്ക് ആഗ്രഹമുണ്ടോ? വല്ലാഖിബത്തു ലിത്തഖ്വാ. ഈ തരുന്നത് പടച്ചറപ്പാ, ഈ പറയുന്നത് പടച്ചറപ്പാ. എന്റെ പ്രിയമുള്ളവരെ, ആഗ്രഹമില്ലേ ഈ ലോകത്ത് നിന്ന് യാത്ര പറയുന്ന സമയത്ത് ഈമാനോടുകൂടി മരിക്കണമെന്ന് ആഗ്രഹിക്കാത്ത ഏത് മുസ്ലിമാ? എല്ലാവർക്കും ആഗ്രഹമുണ്ടല്ലോ, ഈമാനോടുകൂടിയുള്ള ഒരു മരണം ആഗ്രഹിക്കുന്നവരല്ലോ. അതാ 70,000 മലക്കുകൾ അടങ്ങുന്ന ഒരു സൈന്യവുമായി മലക്കുൽ മൗത്ത് അസ്റായീൽ അലൈഹിസ്സലാം റൂഹ് പിടിക്കുന്നതിന് വേണ്ടി കടന്നു വരുന്ന രംഗമുണ്ടല്ലോ. അതാ കാലിന്റെ തള്ളവിരൽ നിന്ന് റൂഹ് പിടിച്ച അവസാനം ആ തൊണ്ടക്കുടിയുടെ ഭാഗത്തേക്ക് റൂഹ് കടന്നു വരുമ്പോ പറയണമല്ലോ, ലാ ഇലാഹ
പറഞ്ഞിട്ട് മരിക്കണമെന്ന് കൊതിയുണ്ടോടാ ചെറുപ്പക്കാരാ? ഇത് പണം കൊടുത്ത് വാങ്ങാൻ പറ്റുന്നതല്ല, അധികാരം കൊണ്ട് വാങ്ങാൻ പറ്റുന്നതല്ല, കുടുംബമഹിമ പറഞ്ഞിട്ട് വാങ്ങാൻ പറ്റുന്നതല്ല മോനെ. ഇത് പടച്ച റബ്ബ് തരുന്ന സമ്മാനമാ. അത് എല്ലാവർക്കും കിട്ടണമെന്നില്ല. അതുകൊണ്ട് 5 നേരം ഏതെങ്കിലും ഒരു മനുഷ്യൻ നിസ്കരിക്കുകയും അവന്റെ കുടുംബത്തെ വിളിച്ചുണർത്തുകയും ചെയ്താൽ അല്ലാഹു നിനക്ക് നല്ല ഒരു മരണം തരുമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, മോനെ റമദാൻ മാസമാണടാ. എവിടെ നോക്കിയാലും പടച്ചവനെ രാത്രി മുഴുവനും ഫുട്ബോൾ കളി നടക്കുന്ന രംഗമാടോ. എവിടെ നോക്കിയാലും ഫുട്ബോൾ കളിയാടോ, അല്ലെങ്കിൽ മറ്റു പല കളികളുമായി നടക്കുകയാടോ. മോനെ എന്തിനാടാ ചെറുപ്പക്കാരാ? അല്ലാഹുവേ, പള്ളിക്കകത്ത് നമസ്കാരം നടക്കുന്ന സമയത്ത് പോലും പള്ളിയുടെ പുറത്തിരുന്നിട്ട് വാട്സപ്പിലും ഫേസ്ബുക്കിലും യൂട്യൂബിലും ഇരുന്ന് കളിക്കുന്ന യുവത്വേ, അല്ലാഹുവിന്റെ പള്ളിയുടെ 2ാം നിലയിൽ കയറിയിരുന്നിട്ടോ പരസ്പരം ചാറ്റ് ചെയ്യുന്ന ചെറുപ്പക്കാരാ, എന്റെ പ്രിയപ്പെട്ട മക്കളോട് അല്ലാഹുവിന്റെ പള്ളിയുടെ തറാവീഹ് നിസ്കാരം നടക്കുമ്പോ ആദാ പള്ളിയുടെ മുകളിൽ കയറിയിരുന്ന IPL കണ്ട യുവത്വേ, എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാർക്ക് ഞാനൊരു പൊന്നുമോനെ പറഞ്ഞു തരാ. നിന്നെ പോലെ യുവത്വത്തിന്റെ നടുവിൽ ജീവിച്ചിരുന്ന ഒരു ചെറുപ്പക്കാരനാണ് മഹാനായ ഹുബൈബ് ഇബ്നു അദി റളിയല്ലാഹു തആല അൻഹു. അറിയുമോടാ ചെറുപ്പക്കാരാ, ഹുബൈബിന്റെ ചരിത്രം നിനക്കറിയുമോ? ഹുബൈബിന് അല്ലാഹു കൊടുത്ത പ്രതിഫലം നിനക്കറിയുമോ? ഹുബൈബ് റളിയല്ലാഹു തആല അൻഹുവിനെ തൂക്കിക്കൊല്ലുന്നതിന് വേണ്ടി ശത്രുക്കളെ പിടിച്ചു കൊണ്ടുപോയിട്ട് തൂക്കുമരത്തിന്റെ മുകളിൽ കയറ്റി നിർത്തിയിരിക്കുകയാണ്. അതാ താഴെ നിൽക്കുന്ന ശത്രുക്കൾ മുഴുവനും ഹുബൈബിന്റെ കൂട്ടുകാരാണ്. അവര് ചോദിക്കുന്നു, ഹുബൈബ് എന്തിനാടാ ചെറുപ്രായത്തിൽ ചാകുന്നത്? എന്തിനാ നീ വെറുതെ ചാകുന്നത്? പുതിയ മതം കളഞ്ഞിട്ട് പാടാ ഹുബൈബ്. നിനക്ക് കാണുന്ന പെണ്ണിനെ തരാ, നീ കാണിച്ചു തരുന്ന പെണ്ണുങ്ങളെ നിനക്ക് തരാ, നിനക്ക് എത്ര വേണമെങ്കിലും പണം തരാ, നിനക്ക് ഞങ്ങൾ സ്ഥാനമാനങ്ങൾ തരാ. പുതിയ മതം കളഞ്ഞിട്ട് വരാൻ പറയുമ്പോ ഹുബൈബ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, ഞാനതിന് തയ്യാറല്ല. എങ്കിൽ അവര് പറഞ്ഞു, നീ ഞങ്ങളുടെ കൂട്ടുകാരനാണ്, നിനക്ക് ഞങ്ങളൊരു ഓഫർ തരാ. നീ പുതിയ മതം കളയണ്ട, മുഹമ്മദിനെ കുറിച്ച് മോശമായ ഒരു വാക്ക് പറയൂ, അല്ലാഹുവിന്റെ റസൂലിനെ കുറിച്ച് മോശമായിട്ട് നീ എന്തെങ്കിലും ഒന്ന് പറ. അതിനും ഹുബൈബ് തയ്യാറായില്ല. അവസാന ഹുബൈബ് റളിയല്ലാഹു തആല അൻഹുവിനെ കൊല്ലാ സമയമെടുത്തപ്പോ അവര് ചോദിച്ചു, നിനക്ക് വല്ല ആഗ്രഹവുമുണ്ടെങ്കിൽ പറ ഹുബൈബ്, നിന്നെ കൊല്ലാൻ പോകുകയാണ്. അവസാനമായിട്ട് വല്ല മോഹമുണ്ടെങ്കിൽ പറ, അത് ഞങ്ങൾ കൂട്ടുകാരാണല്ലോ, സാധിച്ചു തരാ. ഹുബൈബ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, എനിക്ക് 2 റക്അത്ത് നമസ്കരിക്കാൻ ആഗ്രഹമുണ്ട്. അവസാനത്തെ മോഹം ചോദിക്കുമ്പോഴും അവിടെ നിന്ന് പറഞ്ഞത് എനിക്ക് നിസ്കരിക്കണമെന്നാണ്. പടച്ചവനെ അനുവാദം കൊടുത്തു. ഒതുവെടുത്തിട്ട് പെട്ടെന്ന് നമസ്കരിച്ചു. 2 ചെറിയ സൂറത്തുകൾ ഓതിയിട്ടാണ് നിസ്കരിച്ചത്. എന്നിട്ട് സുജൂദിൽ കിടന്നിട്ട് അല്ലാഹുവോട് പറയുന്നു, പടച്ചവനെ, എപ്പോഴും ഞാൻ വലിയ വലിയ സൂറത്തുകൾ ഓതിയിട്ടാണ് നിസ്കരിക്കാറുള്ളത്. ഇന്ന് ഞാൻ ചെറുത് നിസ്കരിച്ചത്, ഇന്ന് ചെറിയ സൂറത്ത് ഓതിയിട്ട് നിസ്കരിച്ചത് ഇഷ്ടമില്ലാത്തത് കൊണ്ടല്ല തമ്പുരാന്, എനിക്ക് വലുതോതി നിസ്കരിക്കണമെന്നാണ് ആഗ്രഹം. പക്ഷേ ഇന്ന് ചെറുതോതിയിട്ട് നിസ്കരിക്കാനുള്ള കാരണം എന്റെ നിസ്കാരം നീണ്ടുപോയാൽ ഇവന്മാര് വിചാരിക്കും എനിക്ക് മരിക്കാൻ പേടിയാണെന്ന്. അതുകൊണ്ടാണ് റബ്ബേ ഞാൻ ചെറിയ സൂറത്ത് ഓതിയിട്ട് നിസ്കരിച്ചത്. അവിടെ നിന്ന് സലാം വീട്ടി ദുആ ചെയ്തു. തൂക്കുമരത്തിന്റെ മുകളിലേക്ക് കയറി അതാ കയറെടുത്ത് കഴുത്തിലിട്ടപ്പോ ഹുബൈബ് തങ്ങൾ ചിരിക്കുകയാ. ഹുബൈബ് റളിയല്ലാഹു തആല അൻഹു അവിടെ നിന്നുകൊണ്ട് ചിരിക്കുകയാ. പടച്ചവരേ, അതാ മരണത്തോട് മല്ലടിക്കുമ്പോ ഹുബൈബ് തങ്ങൾ വിളിച്ചു പറഞ്ഞു, ലാ ഇലാഹ ഇല്ലല്ലാഹ്. അതാ തന്റെ മുന്നിൽ നിന്ന് ശത്രുക്കൾ പോലും അത്ഭുതപ്പെട്ടു പോയി. മോനെ തൂക്കുകയറിൽ കിടന്ന് ആടുമ്പോ അതാ മലക്കുകൾ വന്നിട്ട് ചോദിച്ചതെന്തെന്നറിയുമോ? യാ
അയ്യതുഹൻ നഫ്സുൽ മുത്മഇന്ന ഇർജിഇ ഇലാ റബ്ബികി റാളിയതൻ മർളിയാ ഫദ്ഖുലി ഫീ ഇബാദി വദ്ഖുലി ജന്നതി. എന്തിനാ ഹുബൈബ്, എന്തിനാ ഹുബൈബ് നീ പേടിക്കുന്നത്? എന്തിനാ ഹുബൈബ്? മലക്കുകൾ സ്വർഗത്തിന്റെ വസ്ത്രവുമായി കാത്തു നിൽക്കുന്നത് കണ്ടോ? നിന്നെ സ്വീകരിക്കാനാണ്, നിന്നെ കൊണ്ടുപോകാനാണ്. കരയല്ലേ, കരയല്ലേ. ഇർജിഇലാ റബ്ബികി റാളിയതൻ മർളിയാ ഫദ്ഖുലി ഫീ ഇബാദി വദ്ഖുലി ജന്നതി. മലക്കുകൾ സമാധാനിപ്പിക്കുകയാണ്, മലക്കുകൾ സ്വാഗതം പറയുകയാണ്. മോനെ, അല്ലാഹു നല്ല മരണം കൊടുത്തടാ. ഇത് നിസ്കരിക്കുന്നവൻ അല്ലാഹു തരുന്ന പ്രതിഫലമാ, ഇത് നിസ്കരിക്കുന്നവൻ അല്ലാഹു തരുന്ന പ്രതിഫലമാ. ഒരു പ്രതിഫലം കൂടെ പറയട്ടെ. തറാവീഹ് നിസ്കരിക്കുന്ന, 5 നേരം നിസ്കരിക്കുന്ന, സുന്നത്തുകളെ നമസ്കരിക്കുന്ന, വിത്ർ നമസ്കരിക്കുന്ന, തഹജ്ജുദ് നിസ്കരിക്കുന്ന എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ഉബൈബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ജനാസ അവിടെ തന്നെ കെട്ടിയിട്ടിരിക്കുകയാ. അടിക്കാൻ അനുവദിച്ചില്ല, അവര് കബറടക്കിയതുമില്ല. അല്ലാഹുവേ, ഉബൈബ് തങ്ങൾ തൂക്കുമരത്തിൽ ഇങ്ങനെ തൂങ്ങിക്കിടക്കുമ്പോ അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് ചോദിക്കുന്നു, സ്വഹാബാ, ആരാണ് ഹുബൈബിന്റെ ജനാസ കൊണ്ടുവരുന്നത്? ആരാണ് ഹുബൈബിന്റെ ജനാസ കബറടക്കുന്നത്? മുത്തുനബി അവിടെ നിന്ന് ചോദിക്കുമ്പോ ഒരു സ്വഹാബി പറയുന്നു, നബിയേ, യാ റസൂലല്ലാഹ്, മുത്തുനബിയേ, ഞാൻ തയ്യാറാണ് നബിയേ, ഹുബൈബിന്റെ ജനാസ ഞാൻ കൊണ്ടുവരാൻ നബിയേ. ഒരു ചെറുപ്പക്കാരനായ സ്വഹാബി കടന്നു പോവുകയാണ്. ഹുബൈബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ജനാസ അഴിച്ചു കൊണ്ടുവരുന്നതിന് വേണ്ടി കടന്നു ചെല്ലുമ്പോ സുബ്ഹാനല്ലാഹ്, അവിടെ നിന്ന് നോക്കുമ്പോ ഒരു കാഴ്ച കാണുകയാ. യുവത്വത്തിന്റെ നടുവിലൂടെ നടന്നു പോകുന്ന ഒരു സുന്ദരിയായ പെണ്ണുണ്ടല്ലോ, അതാ ശത്രുക്കളുടെ മുന്നിലേക്ക് ഓടുകയാണ്, ഖുറൈശികളുടെ മുന്നിലേക്ക് ഓടുകയാണ്. ചെറുപ്പക്കാരിയായ പെണ്ണ് ഓടി ചെന്നിട്ട് പറഞ്ഞതെന്തെന്നറിയുമോ? ഈ ഹുബൈബിന്റെ തല എനിക്ക് മുറിച്ചു തരണേ, ഈ ഹുബൈബിന്റെ തല എനിക്ക് വേണം, ഈ ഹുബൈബിന്റെ തല എനിക്ക് വേണം. എന്തിനെന്നറിയുവോ? ഇവന്റെ തലയോട്ടിയിൽ കള്ളൊഴിച്ചു കുടിക്കാനാ. ഹുബൈബിന്റെ തലയോട്ടിക്കകത്ത് കള്ളൊഴിച്ചു കുടിക്കാനാ. നിങ്ങളുടെ കൂടെ ആരുടെ വേണമെങ്കിലും ഞാൻ കിടക്കാ, നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും എന്നെ തരാ, എനിക്ക് ഇവന്റെ തല വേണം, ഹുബൈബിന്റെ തല വേണം. ഒരു സുന്ദരിയായ പെണ്ണ് പറയുമ്പോ അവസാനം എല്ലാവരും കൂടെ ഹുബൈബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ അതാ ജനാസയുടെ ഭാഗത്തേക്ക് നടന്നു പോകുമ്പോ ഈ സ്വഹാബി പടച്ചവര് ഒരു മരത്തിന്റെ മുകളിലേക്ക് വലിഞ്ഞു കയറുകയാണ്. ഈന്തപ്പന മരത്തിന്റെ മുകളിൽ കയറി അവിടുന്ന് എന്താണ് നടക്കുന്നതെന്ന് നോക്കാറ്. സുബ്ഹാനല്ലാഹ്, പെട്ടെന്ന് പടച്ചവനെ അവിടുന്ന് ഒരു കാറ്റടിക്കുകയാണ്, പൊടിപടലങ്ങൾ പടരുകയാണ്. എന്താണ് സംഭവിച്ചതെന്നറിയില്ല. അവസാനം അല്ലാഹുവേ, ഈ സ്വഹാബി മരത്തിന്റെ മുകളിൽ നിന്ന് താഴെ ഇറങ്ങി തൂക്കുമരത്തിന്റെ താഴെ ചെല്ലുമ്പോ ഹുബൈബ് തങ്ങളെ കാണുന്നില്ല, അവിടത്തെ ജനാസ കാണുന്നില്ല. സ്വഹാബി കരഞ്ഞുകൊണ്ട് ഇലാ ഹദ്റത്തി റസൂലില്ലാഹ്, അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിലേക്ക് ഓടുകയാണ്. നബിയേ, ഹുബൈബിന്റെ ജനാസ കാണുന്നില്ല നബിയേ. അല്ലാഹുവിന്റെ പള്ളിയിൽ പോയി നിസ്കരിക്കുന്നവര്, 5 നേരം നിസ്കരിക്കുന്ന ചെറുപ്പക്കാരാ, കേൾക്കടാ. അവസാനത്തെ മോഹമെന്തെന്ന് ചോദിച്ചപ്പോ നമസ്കരിക്കണമെന്ന് പറഞ്ഞ ഹുബൈബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ജനാസ കാണുന്നില്ലെന്ന് സ്വഹാബി പറയുമ്പോ അവിടെന്ന് പറഞ്ഞു, സ്വഹാബാ,
മലക്കുകള് കബറടക്കി സഹാബ, ഹുബൈബിനെ മലക്കുകള് കബറടക്കി സഹാബ. കരിങ്കല്ലത്താണി പള്ളിയുടെ കബർസാനിലേക്ക് 3 ഘട്ടം വെള്ളത്തുണിയിൽ പൊതിഞ്ഞിട്ട് മയ്യത്ത് കെട്ടിൽ എടുത്തു വെച്ചുകൊണ്ട് നാട്ടുകാർ മുഴുവനെ ചുമന്നിട്ട് ഇവിടത്തെ പള്ളിക്കകത്ത് കൊണ്ടുവച്ച് നിസ്കാരം കഴിഞ്ഞിട്ട് പള്ളിപ്പറമ്പിലേക്ക് കൊണ്ടിറങ്ങുമ്പോ കബർസാനി നിറയണ്ടേ വാപ്പാ, പള്ളിപ്പറമ്പ് നിറയണ്ടേ. ആരെ കൊണ്ടെന്നറിയോ? ജനിച്ച കാലം മുതൽ മരിക്കുന്ന കാലം വരെ പാപം ചെയ്യാത്ത, പാപം പറയാത്ത, പാപം കാണാത്ത, അല്ലാഹുവേ നല്ലതല്ലാതെ ഒന്നും ചെയ്യാത്ത അല്ലാഹുവിന്റെ മലക്കുകള് പള്ളിപ്പറമ്പിൽ നിറയണം. ചെറുപ്പക്കാരാ, നിന്റെ കബറടക്കുമ്പോ, നിന്റെ ജനാസ കബറടക്കുമ്പോ മലക്കുകൾ വരണ്ടേടാ പൊന്നുമോനെ. 70,000 മലക്കുകളോ അല്ലാഹുവിന്റെ ആകാശ ലോകത്ത് നിന്ന് മലക്കുകളെ വിളിച്ചു നിർത്തണോ? ചെറുപ്പക്കാരാ മോനെ, ഹയ്യ അലസ്സലാ, ഹയ്യ അലൽ ഫലാഹ്. ഈ വിളിയങ്ങ് കേട്ടുകഴിഞ്ഞ എത്ര വലിയ തിരക്കാണെങ്കിലും മാറ്റിവെച്ചോ, എത്ര വലിയ ജോലിയാണെങ്കിലും മാറ്റിവെച്ചോ, അള്ളാനെക്കാല് വലുതൊന്നുമില്ല. ഈ കരിങ്കല്ലത്താണിയുടെ പരിസരത്ത് പള്ളിയുടെ മുന്നിൽ എത്രയോ കടയിലിരിക്കുന്നവര്, എന്തേ മോനെ പള്ളിയിൽ പോകാത്തത്, എന്തേ സഹോദരാ പള്ളിയിൽ പോകാത്തത്? ഉസ്താദേ നിസ്കരിക്കുന്ന സമയത്ത് പള്ളിയിൽ പോകുമ്പോ ആ സമയത്തൊരു കസ്റ്റമർ വന്നാ എന്റെ കച്ചവടം നഷ്ടപ്പെട്ടു പോകുമല്ലോ. ആരാടാ നിനക്ക് കട തന്നത്? ആരാ നിനക്ക് കച്ചവടം തരുന്നത്? ആരാ നിനക്ക് കച്ചവടം തരുന്നത്? ആരാ നിനക്ക് പണം തരുന്നത്? ഇതെല്ലാം തരുന്നത് പടച്ച റബ്ബല്ലേ. അല്ലാഹുവിന് ഇത് എടുത്തു മാറ്റാൻ കഴിവുണ്ടെന്ന് എന്തേ ചിന്തിക്കാത്തത്? ശകർതും ലഅസീദന്നകും വലൈന കഫർതും ഇന്ന അദാബി ലശദീദ്. നമസ്കരിക്കാൻ പള്ളിയിൽ പോകാത്ത നിന്നെ ഇതെല്ലാം വിറ്റുകളഞ്ഞു അവസാനം മരുന്ന് വാങ്ങാൻ പൈസ ഇല്ലാതെ നിന്നെയും നിന്റെ ഭാര്യയെയും മക്കളെയും വെള്ളിയാഴ്ച പള്ളിയുടെ മുന്നിൽ കൊണ്ടിരുത്തിയിട്ട് പിരിവെടുപ്പിക്കാനും പടച്ച റബ്ബിന് കഴിവുണ്ടടാ. അതിനും അല്ലാഹുവിന് കഴിവുണ്ട്. നീ അത് മറന്നു പോകരുത്. നിനക്ക് അല്ലാഹുവിനെക്കാളും വലുത് കടയായി, കച്ചവടമായി, പണമായി, ദുനിയാവായി നിന്നെ അല്ലാഹു വെറുതെ എന്ന് വിടുമെന്ന് കരുതണ്ട. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, റമളാൻ മാസത്തിലെ ഒരു റകഅത്ത് നിസ്കരിച്ച അല്ലാഹു നിനക്ക് സ്വർഗ്ഗത്തിലെ ഒരു പട്ടണം തന്നെ റബ്ബ് നിനക്ക് തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് ഈ ആയത്ത് എല്ലാവരും പഠിച്ചു വെക്കണം. വഅ്മുർ അഹ്ലക ബിസ്സലാത്തി വസ്തബിർ അലൈഹാ ലാ നസ്അലുക റിസ്ക. എന്നിട്ട് പറയണം, എഴുന്നേറ്റ് നിസ്കരിക്ക്, അല്ലാഹു മരിക്കുന്ന കാലം വരെ ഭക്ഷണം തരും, റബ്ബ് അല്ലാഹു നിനക്ക് നല്ല മരണം തരും, എഴുന്നേറ്റ് നിസ്കരിക്ക്. ഇത് പറഞ്ഞു മക്കളെ വിളിച്ചുണർത്തി നിസ്കരിക്കാൻ പള്ളിയിൽ കൊണ്ടുപോകണം. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. രണ്ടാമതൊരു അപേക്ഷ കൂടെ ഉണ്ട്. നീ പള്ളിയിൽ കൊണ്ടുപോകും മോനെ, വാപ്പായി മോനും കൂടെ പള്ളിയിൽ പോകും. വാപ്പ ഒന്നാമത്തെ സഫിലും മോൻ ഏറ്റവും പുറകിലും. അങ്ങനല്ലാട്ടാ, എന്റെ വാപ്പ നിന്നെ അങ്ങനെയല്ലോ പഠിപ്പിച്ച, നിങ്ങളുടെ ഉപ്പ നിങ്ങൾ അങ്ങനെയല്ല പഠിപ്പിച്ച. നിങ്ങളെ പള്ളിയിൽ കൊണ്ടുപോയിട്ട് വാപ്പ അടുത്ത് നിർത്തിയിട്ടാണ് നിസ്കരിപ്പിച്ചത്, അല്ലേ? പള്ളിയിൽ കൊണ്ടുപോകുന്ന ഓരോ വാപ്പയും തന്റെ മക്കളെ അടുത്ത് നിർത്തിയിട്ട് ആ 20 റക്അത്ത് നിസ്കരിപ്പിച്ച പള്ളിയുടെ കവാടത്തിൽ പോയി മക്കളിരിക്കോ? അതങ്ങനല്ല. നമ്മൾ പള്ളിയിൽ പോയി ഒന്നാമത്തെ സഫില് മോളെ ഇങ്ങനെ മക്കളെ ഇങ്ങനെ വിട്ടിരിക്കുക, അമ്മാരിങ്ങനെ കയറി ഇറങ്ങി നടക്കും. അങ്ങനെ വിടരുത്, അങ്ങനെ വിടരുത്. നിങ്ങളുടെ കൂടെ തന്നെ നിങ്ങളുടെ മക്കളെ നിർത്തിയിട്ട് നിസ്കരിപ്പിക്കുക. അപ്പോഴാണ് നീ ഒരു വാപ്പയാകുന്നത്. അള്ളാഹു നമുക്കൊക്കെ നമ്മുടെ മക്കളോടുള്ള കടമകൾ പാലിച്ച് ജീവിക്കുന്ന വാപ്പമാരിത് അള്ളാഹു നമ്മളെയൊക്കെ പെടുത്തുമാറാകട്ടെ. അള്ളാഹു നമ്മളെയൊക്കെ പെടുത്തുമാറാകട്ടെ. ഈ ചങ്ങാതി ബക്കറ്റുമായിട്ട് നിൽക്കുക, കണ്ടിട്ട് സങ്കടം തോന്നുന്നു. നോമ്പുകാരനെ നിർത്താൻ പാടില്ല. എല്ലാവരും ഒന്ന് പോക്കറ്റി കൈയിട്ടെ, എല്ലാരും ഒന്ന് പോക്കറ്റി കൈയിട്ടെ. ഈ ചങ്ങാതി നിങ്ങളുടെ മുന്നിൽ വരും. ചങ്ങാതിയുടെ മോളെ കെട്ടിക്കാനല്ല, വീട് വെക്കാനല്ല, അൽഹംദുലില്ലാ നല്ല കാര്യത്തിന് വേണ്ടിയാ. നിങ്ങൾ മനസ്സറിഞ്ഞിട്ട് അതിനകത്തൊരു സദക്കയിട്ട നേട്ടം നിങ്ങൾക്ക, ചങ്ങാതിക്കല്ല. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അസ്സദഖതു റദ്ദുൽ ബലാ, അസ്സദഖതു റദ്ദുൽ ബലാ. സദക്ക അത് വിപത്തിനെ തട്ടിമാറ്റുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ.
അള്ളാഹുവെ ക്യാൻസർ എന്ന് പറയുന്ന രോഗം നിനക്ക് വന്നു, നീ പറയാ എന്റെ സമ്പാദ്യം മുഴുവനും അള്ളാഹ് നിനക്ക് തരാം, പള്ളിക്ക് എഴുതി കൊടുക്കാം, മാറ്റി തരണം എന്ന് പറഞ്ഞാൽ പറ്റുമോ? എന്റെ ചങ്ങാതി അതിന്റെ അണുക്കൾ നിന്റെ ശരീരത്തിലുണ്ടെങ്കിൽ ഈ ചങ്ങാതി നിന്റെ മുന്നിൽ വരുമ്പോ അള്ളാഹുവെ അറുത്തു മുറിക്കുന്ന മാരക രോഗങ്ങളെ തൊട്ട് എന്നെ കാത്തിരക്ഷിക്കണേ അല്ലാ എന്ന് പറഞ്ഞിട്ട് ഒരു 10 രൂപ നീ ഇതിനകത്തിട്, നിനക്ക് ആ ഗതി വരുത്തൂല. അള്ളാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മാരകമായ രോഗങ്ങൾ എന്റെ പ്രിയമുള്ളവരെ, കൊച്ചു കുട്ടികൾക്ക് വരെ. ഇന്നലെയും ഞാൻ 3 വയസ്സുള്ള ഒരു കുഞ്ഞിന് ക്യാൻസർ രോഗം മാറാൻ ദുആ ചെയ്തു. എന്റെ പ്രിയപ്പെട്ടവരെ, പിഞ്ചു കുഞ്ഞുങ്ങൾ കിഡ്നി തകർന്ന് ഞാൻ എന്റെ പ്രിയമുള്ളവരെ ബഹുമാനായ കണ്ണിയത്ത് ഉസ്താദിന്റെ മഖാമിലാണെന്ന് തോന്നുന്നു, ഞാൻ ഈ അടുത്ത് വയലിന് പോയപ്പോ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന അനസ് എന്ന് പറയുന്ന ഒരു മുത്തഅല്ലിമായ മോൻ 10ാം ക്ലാസ്സിൽ പഠിക്കുക, പെട്ടെന്നൊന്ന് ഛർദ്ദിച്ചു, ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോ 2 കിഡ്നിയും പോയി. 10ാം ക്ലാസ്സിൽ പഠിക്കുന്നവൻ, അവൻ കള്ളുകുടിയില്ല, സിഗരറ്റ് വലിയില്ല, ഒന്നുമില്ല. അള്ളാന്റെ ഖുർആനും കിതാബും പഠിക്കുന്ന, ഇൽമു പഠിക്കുന്ന പൊന്നുമോൻ 2 കിഡ്നിയും തകർന്നിട്ട് നിൽക്കുക. അള്ളാഹു അനസ് എന്ന പൊന്നുമോൻ അള്ളാഹു ശിഫാവ് കൊടുക്കുമാറാകട്ടെ. അള്ളാഹു അവന്റെ കുടുംബത്തിന് സമാധാനം കൊടുക്കുമാറാകട്ടെ. കൊച്ചു കുട്ടികൾ വരെ കിഡ്നി തകർന്നു പോകുന്ന ഒരവസ്ഥ. അള്ളാഹു അത് മാറ്റി വെക്കണമെങ്കിൽ 30-25 ലക്ഷം രൂപയൊക്കെ ചെലവല്ലേ മനുഷ്യ. മനസ്സറിഞ്ഞിട്ടൊരു സദക്ക കൊടുക്ക്. അള്ളാഹുവെ എന്നെ ദുനിയാവിലിട്ട് നരകിപ്പിക്കല്ലേ അല്ല, കിടന്ന് മലമൂത്ര വിസർജനം നടത്തേണ്ട ഒരവസ്ഥ എനിക്ക് തരല്ലേ എന്ന ഒരു നല്ല നിയ്യത്തോടെ എല്ലാവരും ഒരു നല്ല സദക്ക അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, നിർത്താറായോ? നിങ്ങളുടെയൊക്കെ ഇരുത്തം കണ്ടിട്ട് അങ്ങനെ തോന്നുന്നു, ഇൻഷാ അല്ലാഹ് ഞാൻ ഒന്നുകൂടെ പറഞ്ഞിട്ട് ദുആ ചെയ്ത് പിരിയാം. മൂന്നാമതൊരു പ്രതിഫലം അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, എന്റെ പ്രിയമുള്ളവരെ, പരിശുദ്ധമായ റമദാനിന്റെ പകല് ഞാനും നിങ്ങളും ഇവിടെ ഇരിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. ആദ്യമായിട്ടല്ലാ ഇതുപോലെ വഅദിന്റെ സദസ്സിലേക്ക് നമ്മുടെ ഉമ്മയും ബാപ്പയും കടന്നു വന്നപ്പോ ചെറിയ മക്കളായിരുന്ന നമ്മുടെ ഉമ്മയാണ് കുളിപ്പിച്ചത്, നല്ല വസ്ത്രങ്ങൾ ധരിപ്പിച്ചു. ആദ്യമായിട്ട് പടച്ചവനെ ഇൽമിന്റെ സദസ്സിൽ കൊണ്ടുവന്നു കൂടെ ഇരുത്തിയ വാപ്പാന് നമുക്ക് മറക്കാൻ പറ്റുമോ? നമ്മൾ ആദ്യമായിട്ട് നോമ്പ് പിടിക്കാൻ പഠിപ്പിച്ച് ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് മോനെ എങ്ങനെയുണ്ടടാ, നിനക്ക് ദാഹിക്കുന്നുണ്ടോ, മോന്റെ ശരീരം തളരുന്നുണ്ടോ? അല്ലാഹുവേ, നമ്മളെങ്ങാണം തളർന്നു വീടിന്റെ അകത്ത് കിടക്കുമ്പോ നിന്റെ അടുത്ത് വയ്യാതെ നോമ്പ് പിടിക്കണ്ട എന്ന് അല്ലാഹുവേ പറഞ്ഞതല്ലേടാ എന്ന് പറഞ്ഞ് നമ്മളെ വഴക്ക് പറഞ്ഞിട്ട് കെട്ടിപ്പിടിച്ച് ഉമ്മ തരുന്ന നമ്മുടെ വാപ്പയെയും ഉമ്മയെയും നമുക്ക് മറക്കാൻ പറ്റുമോ? അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ, ഏതെങ്കിലും ഒരു മനുഷ്യനുണ്ടല്ലോ പരിശുദ്ധമായ റമളാൻ മാസത്തില്, ഈ വിശുദ്ധമായ റമളാൻ മാസത്തില് ഏതെങ്കിലും മക്കള് തന്റെ മാതാപിതാക്കളോട് കരുണ കാണിച്ചാൽ, അവരോട് സ്നേഹത്തോടു കൂടിയൊന്ന് പെരുമാറിയാൽ, മുത്തുനബി അവിടെ നിന്ന് പറയുന്നു, വമൻ ബർറ വാലിദൈഹി ഫീ റമളാൻ യനാലു നദറല്ലാഹു തആല. ഈ സദസ്സിലിരിക്കുന്ന ഏതെങ്കിലും ഒരു മനുഷ്യന്, ഏതെങ്കിലും ഒരു മുസ്ലിം ഉണ്ടല്ലോ, ഈ പരിശുദ്ധമായ റമളാൻ മാസത്തില് തന്റെ ഉമ്മയുടെയും വാപ്പയുടെയും മുഖത്തേക്ക് സ്നേഹത്തോടെയൊന്ന് നോക്കിയാൽ അല്ലാഹുവിന്റെ റഹ്മത്ത് നിനക്ക് ലഭിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് പറയുന്നത്. റമളാനിന്റെ ഒന്നാമത്തെ 10 ദിവസം റഹ്മത്ത് വാങ്ങാനുള്ള 10 ദിവസമായിരുന്നു. ആ 10 ദിവസം വിട പറഞ്ഞു പോയല്ലോ സഹോദരാ. ഇനി നിനക്ക് അല്ലാഹുവിന്റെ റഹ്മത്ത് വേണോ, പടച്ചവന്റെ കാരുണ്യം വേണോ? ആ കാരുണ്യമില്ലാതെ നിനക്കൊരിക്കലും രക്ഷപ്പെടാൻ കഴിയൂല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരിക്കലും തന്റെ സ്വഹാബത്തിനോട് പറയുകയാ, നിങ്ങളുടെ കയ്യിൽ ഒരുപാട് സൽക്കർമ്മമുണ്ടെന്ന് പറഞ്ഞിട്ട് നിങ്ങളാരും രക്ഷപ്പെടുമെന്ന് കരുതണ്ട. നിങ്ങളുടെ കയ്യിൽ ഒരുപാട് നിസ്കാരമുണ്ട്, ഒരുപാട് സദഖയുണ്ട്, ഒരുപാട് ഖുർആൻ ഓതിയവരാണ്, ഒരുപാട് ദിക്റുകൾ പറഞ്ഞവരാണ്. നിങ്ങളുടെ കയ്യിൽ ഒരുപാട് സൽക്കർമ്മമുണ്ടെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ രക്ഷപ്പെടുമെന്ന് കരുതണ്ട. ഇത് പറയുന്നത് അല്ലാഹുവിന്റെ റസൂലാ, പറഞ്ഞത് സ്വഹാബത്തിനോടാ. അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, നിങ്ങളുടെ അമലുകൾ കൊണ്ട് നിങ്ങൾക്ക് സ്വർഗ്ഗം കിട്ടൂല. ലാ യദ്ഖുലൂനൽ ജന്ന ഇല്ലാ ബിറഹ്മത്തില്ലാഹ്. അല്ലാഹുവിന്റെ കരുണയില്ലാതെ സ്വർഗ്ഗത്തിൽ കടക്കാൻ കഴിയില്ലെന്ന് പ്രവാചകൻ പറയുമ്പോ, നബിയേ
അങ്ങയുടെ കാര്യവും അങ്ങനെയാണോ നബിയേ? മുത്തുനബി പറഞ്ഞു, എന്റെ അവസ്ഥയും ഇത് തന്നെയാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുന്ന റമളാനാ, ഈ റമളാൻ മാസത്തിൽ സ്നേഹത്തോടെ നിന്നെ 9.5 മാസക്കാലം ഗർഭം ചുമന്ന മരണവേദനയുടെ വേദനയിൽ നിന്ന് പ്രസവിച്ച നിന്റെ പ്രിയപ്പെട്ട മാതാവ്, ആ ഉമ്മയുടെ മുഖത്തേക്ക് നീ ഒന്ന് സ്നേഹത്തോടെ നോക്കിയാൽ എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, സ്വന്തം രക്തം വിയർപ്പാക്കി നിനക്ക് വേണ്ടി ജീവിച്ച് നിനക്കൊരു കുടുംബ ജീവിതം ഉണ്ടാക്കി തന്ന നിന്റെ പ്രിയപ്പെട്ട പിതാവുണ്ടല്ലോ, മുടിയെല്ലാം നരച്ചുപോയാ രോഗം പിടിച്ചിട്ട് എഴുന്നേക്കാൻ കഴിയാതെ വീടിന്റെ അകത്ത് കിടക്കുന്ന നിന്റെ പ്രിയപ്പെട്ട വാപ്പയുടെ മുഖത്തേക്ക് നീ എങ്ങാണമെന്ന് സ്നേഹത്തോടെ നോക്കിയാ അല്ലാഹുവേ, പടച്ചവന്റെ റഹ്മത്ത് നിനക്ക് ലഭിക്കും പെണ്ണ്. എന്റെ പ്രിയപ്പെട്ടവരോട് പറയാറുള്ളത്, അല്ലാഹുവേ, ഉമ്മയെയും വാപ്പയെയും മറന്നിട്ട് നിനക്കിവിടെ എന്ത് ലഭിക്കാനാ? നിന്റെ ദുനിയാവും ആഖിറവും നഷ്ടപ്പെട്ടു പോകുകയാണ്. പടച്ചവനെ, പലരും പറയാറുണ്ട്, ഉസ്താദേ കണ്ണിന് കാഴ്ച കുറവാണ്, കണ്ണിന്റെ കാഴ്ച കുറയുന്ന ഉസ്താദേ. അല്ലാഹുവേ, കണ്ണിന്റെ കാഴ്ച തിരിച്ചു വേണോ? ഉമ്മാടെ മുഖത്ത് നോക്കും മക്കളെ, നിനക്കല്ലാ നിന്റെ പ്രിയപ്പെട്ട മാതാവുണ്ടല്ലോ, നിന്റെ ഉമ്മയുടെ മുഖത്ത് നോക്കിയിരിക്കുക ചെറുപ്പക്കാരാ. കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെടൂല. ഉമ്മയുടെ മുഖത്ത് നോക്കുന്നത് ഇബാദത്തിന്റെ കൂലിയാ, ഉമ്മയുടെ മുഖത്ത് നോക്കുന്നത് ഇബാദത്തിന്റെ കൂലിയാ. എന്റെ പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് മാതാപിതാക്കളോട് കരുണ കാണിക്കേണ്ട മാസമാണ് റമളാൻ മാസം. ഉമ്മാനെ തിരിഞ്ഞു നോക്കാതെ, വാപ്പയെ തിരിഞ്ഞു നോക്കാതെ, അവർക്ക് യാതൊരു പരിഗണനയും കൊടുക്കാതെ നീ പട്ടിണിയിരുന്നിട്ട് കാര്യമില്ല. എന്തിനാ വെറുതെ പട്ടിണിയിരിക്കുന്നത്? മാതാപിതാക്കളെ വേദനിപ്പിച്ചവന്റെ നോമ്പ് അല്ലാഹുവിന് വേണ്ട, നിന്റെ ഒരു സൽക്കർമ്മവും അല്ലാഹുവിന് വേണ്ട. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട്, അല്ലാഹുവേ, മാതാപിതാക്കളെ സ്നേഹിക്കുന്ന മക്കൾക്ക് അല്ലാഹു കൊടുക്കുന്ന പ്രതിഫലം എന്തെന്നറിയുമോ? മഹാനായ നബി മുഹമ്മദ് മുസ്തഫ, മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരിക്കൽ അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റിരുന്ന് ചിരിക്കുകയാ. അല്ലാഹുവേ, സ്വാഗത പ്രഭാഷണം നടത്തിയ ഉസ്താദ് അവിടുന്ന് പറഞ്ഞല്ലോ, ഈ കാണുന്ന പടച്ചവനെ ഏക്കർ കണക്കിന് കിടക്കുന്ന ഈ വസ്തുവുണ്ടല്ലോ, ഇത് അല്ലാഹുവിന്റെ ഇൽമു പഠിപ്പിക്കുന്ന പരിശുദ്ധമായ ഖുർആനിന്റെ ഒരു സ്ഥാപനം പഠിക്കുന്നതിന് വേണ്ടി പടച്ചവനെ ഇവര് കൊടുത്തത് മാതാപിതാക്കൾക്ക് വേണ്ടിയല്ലേ? ഇവരൊക്കെ പടച്ചവരെ മരിച്ചുപോയ ഞങ്ങളുടെ മാതാപിതാക്കളുടെ മണ്ണറ മണിയറയാകണം ഉസ്താദ്. അവര് കഷ്ടപ്പെട്ട് പട്ടിണി കിടന്നിട്ട് ഞങ്ങളെ വളർത്തിയവരാ, അവരുടെ പേരിലല്ലേ കൊടുത്തത്. ഓരോ സെന്റ് വാങ്ങിക്കൊടുത്തത് ഉമ്മയ്ക്ക് ദുആ ചെയ്യാരാ, വാപ്പയ്ക്ക് ദുആ ചെയ്യാരാ. ഇതൊക്കെ മാതാപിതാക്കളെ സ്നേഹിക്കുന്ന മക്കൾ കൊടുക്കുന്നതാ. പടച്ചവനെ ഇരിക്കുന്ന മക്കൾക്ക് വേണ്ടി ഇവിടെന്ന് ചോദിക്കുമ്പോ നിങ്ങളിൽ പലരും സ്വർണ്ണമൂരി കൊടുക്കുന്നത്, കഷ്ടപ്പെട്ട പൈസ കൊടുക്കുന്നത്, അത് മാതാപിതാക്കൾക്ക് വേണ്ടിയല്ലേ? എങ്കിൽ എന്റെ പ്രിയമുള്ളവരെ, നിങ്ങൾക്ക് അല്ലാഹു തരുന്ന പ്രതിഫലം എന്താണ്? മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് ഒരു ദിവസം ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റിരുന്ന് ചിരിക്കുകയാണ്. ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റിരുന്ന് ചിരിക്കുകയാ. ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ അവിടുന്ന് ചോദിക്കുന്നു, നബിയേ, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകരെ, എന്തിനാ നബിയെ ചിരിക്കുന്നത്? എന്തിനാ നബിയെ ചിരിക്കുന്നത്? അല്ലാഹുവിന്റെ പ്രവാചകനോട് ആയിഷ ബീബി ചോദിക്കുകയാ. കാരണം പ്രവാചകൻ അങ്ങനെ വെറുതെ ചിരിക്കാറില്ല, എന്തെങ്കിലും കാരണമില്ലാതെ പ്രവാചകന് ചിരിക്കൂല. അല്ലാഹുവിന്റെ റസൂലിനോട് ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ ചോദിക്കുന്നു, എന്തിനാ നബിയെ ചിരിക്കുന്നത്? ആയിഷ, റഅയ്തു ഫിൽ ജന്നതി ബാരിഹാ വസമിഅ സൗത ഖാരിയാ. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് പറയുന്നു, ആയിഷ, ഞാൻ സ്വർഗം കണ്ടു ആയിഷ, ഞാൻ സ്വർഗം കണ്ടു ആയിഷ. അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറച്ച സ്വർഗത്തിലൂടെ ലോകത്തിന്റെ നേതാവ് ഇങ്ങനെ നടന്നു പോകുമ്പോ സ്വർഗത്തിന്റെ മധ്യഭാഗത്തൊരു കൊട്ടാരം കാണുകയാണ്. അല്ലാഹുവിന്റെ സ്വർഗത്തിന്റെ മധ്യഭാഗത്തൊരു കൊട്ടാരം കാണുകയാണ്. ആ കൊട്ടാരത്തിന്റെ അകത്തൊരു ചെറുപ്പക്കാരിൽ നിന്ന് ഖുർആൻ ഓതുകയാ. അല്ലാഹുവിന്റെ പ്രവാചകന് വല്ലാത്ത അത്ഭുതമായി. ആരാ തമ്പുരാന് ഈ സ്വർഗത്തിൽ
സദസ്സിലിരുന്ന് ഖുർആൻ ഓതുന്ന ചെറുപ്പക്കാരനാരാണ്? അല്ലാഹുവിന്റെ പ്രവാചകന് വല്ലാത്ത അത്ഭുതമായി. ആ സമയത്ത് അല്ലാഹുവിന്റെ റസൂലിനോട് അവിടുന്ന് വിളിച്ചു പറയുന്നു, യാ റസൂലല്ലാഹ്, ആ ചെറുപ്പക്കാരൻ ആരെന്നറിയുമോ? ഹാരിസത്ത് ഇബ്നു നുഅ്മാൻ. അത് ഹാരിസയാണ് നബിയേ, അത് ഹാരിസയാണ് നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകന് വല്ലാത്ത അത്ഭുതമായി. മലക്കുകളാണ് പറയുന്നത്, മലക്കുകളാണ് പറയുന്നത്, അത് ഹാരിസയാണ് നബിയേ. അല്ലാഹുവിന്റെ റസൂല് ചോദിക്കുന്നു, ജിബ്രീലേ, എന്റെ ഹാരിസാനെ നിനക്കറിയുമോ ജിബ്രീൽ? എന്റെ ഹാരിസാനെ നിനക്ക് എങ്ങനെയാ പരിചയമുള്ളത്? അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് ചോദിക്കുമ്പോ ജിബ്രീൽ എന്ന മലക്ക് പറയുകയാണ്, യാ റസൂലല്ലാഹ്, ആ ചെറുപ്പക്കാരനെ അറിയാത്ത ഒരു മലക്കുമില്ല നബിയേ. എല്ലാവർക്കും ഈ ചെറുപ്പക്കാരനെ പരിചയമാണ്. ഈ ചെറുപ്പക്കാരനെ അറിയാത്ത ഒരു മലക്കുമില്ല. ദുനിയാവിലെ ജനങ്ങൾക്ക് അറിയുന്നതിനേക്കാൾ സർവ്വ മലക്കുകൾക്കും ഈ ചെറുപ്പക്കാരനെ അറിയാം. അല്ലാഹുവിന്റെ പ്രവാചകൻ ചോദിച്ചു, അതിന്റെ കാരണം എന്താ? യാ റസൂലല്ലാഹ്, ഇന്നഹു മിൻ മഅതി സ്വാബിഅ അല്ലദീ തകഫലല്ലാഹു ബിഅർസാഖിനാ. യാ റസൂലല്ലാഹ്, ജിബ്രീൽ എന്ന് പറയുന്ന മലക്കിനോട് അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, ഈ ചെറുപ്പക്കാരന്റെ പേര് നിനക്ക് എങ്ങനെ അറിയാ? എനിക്ക് മാത്രമല്ല അറിയാ, എനിക്ക് മാത്രമല്ല നബിയേ, എല്ലാ മലക്കുകൾക്കും അറിയാ. ഈ ചെറുപ്പക്കാരനെ അറിയാത്ത ഒരു മലക്കുമില്ല. എല്ലാവർക്കും ഈ ചെറുപ്പക്കാരനെ വല്ലാത്ത പരിചയമാണ്. അതിന്റെ കാരണം എന്തെന്നറിയുമോ? അല്ലാഹു നാളെ സ്വർഗ്ഗത്തിൽ ഭക്ഷണം കൊടുക്കുന്ന ചെറുപ്പക്കാരനാണ് നബിയേ. നാളെ പടച്ച റബ്ബ് സ്വർഗ്ഗത്തിൽ ഭക്ഷണം കൊടുക്കുന്ന ചെറുപ്പക്കാരനാണ് നബിയേ. അല്ലാഹുവിന്റെ റസൂലിന് വല്ലാത്ത അത്ഭുതമായി. പ്രവാചകൻ അവിടുന്ന് ആയിഷാ ബീവിയോട് പറയുമ്പോ ആയിഷാ ബീവി റളിയല്ലാഹു തആല അൻഹയോട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ആയിഷാ, ഈ ചെറുപ്പക്കാരിത് കിട്ടാനുള്ള കാരണം എന്തെന്നറിയുവോ? കദാക്കൽ ബിർറു, തന്റെ മാതാപിതാക്കളെ സ്നേഹിച്ചതിന് അല്ലാഹു കൊടുത്തതാണ് ആയിഷ. ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റിരുന്ന് ചിരിക്കുന്ന പ്രവാചകനോട് ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ ചോദിച്ചു, എന്തിനാ നബിയെ ചിരിക്കണേ? ആയിഷ, ഞാൻ സ്വർഗം കണ്ടു. ഞാൻ സ്വർഗത്തിലൂടെ എങ്ങനെ നടന്നു പോകുമ്പോ സ്വർഗത്തിന്റെ മധ്യഭാഗത്ത് ഒരു കൊട്ടാരത്തിന്റെ അകത്തിരുന്നിട്ട് ഒരു ചെറുപ്പക്കാരൻ ഖുർആൻ ഓതുകയാണ്. അല്ലാഹുവേ, ആരാ പടച്ചവൻ? ഇങ്ങനെ നിൽക്കുമ്പോ മലക്കുകൾ വന്നിട്ട് പറയണത് ഹാരിസ് റളിയല്ലാഹു തആല അൻഹു. അത് ഹാരിസത്ത് ഇബ്നു നുഅ്മാൻ റളിയല്ലാഹു തആല. പ്രവാചകൻ ചോദിച്ചു, നിങ്ങൾക്ക് എങ്ങനെ അറിയാം? ജിബ്രീലിനോട് ചോദിക്കാം, നിങ്ങൾക്ക് എന്താ? നിങ്ങൾ ഇപ്പൊ ഈ സദസ്സിൽ ഇരിക്കുന്ന ചില ആൾക്കാരുടെ പേര് മലക്കിനറിയാം, സിറാജിനെ അറിയാം, അബൂബക്കറിനെ അറിയാം, ഉമറിനെ അറിയാം, അലിയിനെ അറിയാം, ഫാത്തിമയെ അറിയാം, ആയിഷാനെ അറിയാം. ചില പെണ്ണുങ്ങളെ മലക്കുകൾക്ക് മുഴുവനും പരിചയ. ഈ നാട്ടുകാർക്ക് അറിയണമെന്നില്ല, നിന്റെ കുടുംബക്കാർക്ക് അറിയണമെന്നില്ല. പക്ഷെ മലക്കുകൾക്ക് നിങ്ങളിൽ ചിലരെ വലിയ പരിചയമാണ്. അപ്പൊ ചോദിച്ചു, എങ്ങനെ അറിയാം? നബിയെ, അല്ലാഹു നാളെ സ്വർഗ്ഗത്തിൽ ചെറുപ്പക്കാരന് ഭക്ഷണം കൊടുക്കും, അതുകൊണ്ട് അറിയാം. അല്ലാഹു നാളെ സ്വർഗ്ഗത്തിൽ ചെറുപ്പക്കാരന് ഭക്ഷണം കൊടുക്കും, അതുകൊണ്ടാണ് ഞങ്ങൾക്കൊക്കെ പരിചയം. അല്ലാഹു ആ ഭാഗ്യം നമുക്കും തരുമാറാകട്ടെ. അല്ലാഹു ആ ഭാഗ്യം നമുക്കും തരുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, സ്വർഗ്ഗത്തിന്റെ മധ്യഭാഗത്ത് ഒരു വീട്. എവിടെ വീട്? കരിങ്കല്ലത്താണി ടൗണിലല്ല. അള്ളാഹുവിന്റെ സ്വർഗത്തിന്റെ മധ്യഭാഗത്ത് സ്വന്തമായിട്ടൊരു വീട്. 2, അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന് ഭക്ഷണം കഴിക്കാനുള്ള ഭാഗ്യം. അള്ളാഹുവെ നമുക്ക് ഭാഗ്യം നൽകണേ തമ്പുരാനെ. വേണോന്ന് ആഗ്രഹമുള്ളവരൊക്കെ കൈവക്കിക്കേ. അതിനും ആഗ്രഹമില്ലാത്ത മനുഷ്യന്മാരുണ്ടോ? പൊക്കണമെങ്കിൽ നേരെ പൊക്ക്, അരക്കയ്യന്മാരെ ഒന്നും എനിക്ക് വേണ്ട. ചിലപ്പോ ഇതിന്റെ പേരിലായിരിക്കും അള്ളാഹ് സ്വർഗം തരുന്നത്. ഈ പൊക്കിയ കൈക്കകത്ത് കിടക്കണ മോതിരമൊക്കെ ഊരിങ്ങി തന്നാ മതി, കിട്ടും. ഈ 2 പ്രതിഫലം വേണമെങ്കിൽ ഈ അത് ചോദിച്ചപ്പോഴത്തേക്ക് ഒറ്റ താഴ്ത്തല, ഇടിവെട്ടിയതുപോലെ. നിങ്ങളുടെ കൈ കിടക്കണ മോതിരൊക്കെ ഊരി തന്നിട്ട് പൊക്കോ. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. അള്ളാഹുവെ സ്വർഗത്തിന്റെ മധ്യഭാഗത്ത് സ്വന്തമായിട്ടൊരു വീടും അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന് ഭക്ഷണം കഴിക്കാനുള്ള ഭാഗ്യവും വേണോ? അള്ളാഹിന്റെ അടുക്കൽ നിന്ന് ഭക്ഷണം വാങ്ങിച്ച് കഴിക്കാൻ അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. സ്വർഗത്തിൽ അള്ളാഹു ആദ്യമായിട്ട് കഴിക്കാൻ കൊടുക്കുന്ന ഭക്ഷണം ഏതാ? മന്തി ബിരിയാണി.
കുഴിമന്തി അല്ലേ? എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, മീനിന്റെ പൊരിച്ച കരളാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഇത് മീന്റെ കരള്. ഇൻഷാ അല്ലാഹ് ഇന്ന് മുതൽ തിന്നു പഠിച്ചോ, പൊരിച്ചേട്ടാ. സ്വർഗത്തിൽ പോകുമ്പോ ആദ്യം തിന്നാൻ തരുന്ന അതാ. അള്ളാഹു നമുക്ക് വാങ്ങിച്ച് കഴിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. അപ്പൊ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹയോട് പ്രവാചകൻ പറഞ്ഞു, വാപ്പാനെയും ഉമ്മാനെയും സ്നേഹിച്ചതിന് അള്ളാഹ് ഇത് കൊടുത്തെ. ആയിഷ ബീബി ചോദിച്ചു, നബിയെ എനിക്കും കിട്ടുമോ? കാരണം എനിക്ക് എന്റെ വാപ്പാനെയും ഉമ്മാനെയും ഇഷ്ടമാണ്. അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചു, നബിയെ എനിക്ക് എന്റെ മാതാപിതാക്കളെ ഇഷ്ടമായി, എനിക്ക് കിട്ടുമോ? അപ്പൊ പറഞ്ഞു, കിട്ടൂല. മാതാപിതാക്കളെ സ്നേഹിച്ചു എന്ന ഒരു കാരണത്തിന്റെ പേരിൽ ഇത് കിട്ടൂല. അള്ളാഹു ഈ ചെറുപ്പക്കാരന് കൊടുക്കാനുള്ള കാരണം, ഈ ചെറുപ്പക്കാരന് 3 നല്ല ഗുണങ്ങൾ ഉണ്ടായിരുന്നു എന്ന് നബിയുനാ റസൂലുള്ളാഹി. ആ ചെറുപ്പക്കാരന് 3 നല്ല ഗുണം ഉണ്ടായിരുന്നു. അത് നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾക്കും കിട്ടും, എനിക്കുണ്ടെങ്കിൽ എനിക്കും കിട്ടും. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. വാപ്പായോ ഉമ്മായോ ഇന്ന് ജീവിച്ചിട്ടുള്ളവരൊക്കെ ഒന്ന് കൈവക്കിക്കുക. ആരെങ്കിലും വീട്ടിലുണ്ടെങ്കിൽ അതിനെന്താ പേടിക്കണേ? അള്ളാഹ് എല്ലാവർക്കും ആഫിയത്തും ദീർഘായുസ്സും കൊടുക്കുമാറാകട്ടെ. അള്ളാഹു ആഫിയത്തും ദീർഘായുസ്സും കൊടുക്കുമാറാകട്ടെ. മരണപ്പെട്ടവരുടെ ഖബറിടം അള്ളാഹു വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. ഈ കൈ പൊക്കിയ മക്കൾക്ക് ഈ പറയുന്ന 3 സ്വഭാവം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പ്രതിഫലം അള്ളാഹു തരും. ഈ പറയുന്ന 3 സ്വഭാവം ഈ സദസ്സിലിരിക്കുന്ന ഏതെങ്കിലും ഒരു ആണിനോ പെണ്ണിനോ നിങ്ങളിൽ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അള്ളാഹു നിങ്ങൾക്ക് ഈ പ്രതിഫലം തരും. ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ അള്ളാഹുവിന്റെ പ്രവാചകനോട് ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, അള്ളാഹുവിന്റെ നബിയേ, സ്വർഗത്തിന്റെ മധ്യഭാഗത്ത് സ്വന്തമായിട്ടൊരു വീട് ഈ പ്രപഞ്ചം മുഴുവനും അടക്കോ ഈ സദസ്സിലിരിക്കുന്ന എല്ലാവരും ഉമ്മയുടെ കയ്യിൽ നിന്ന് ഭക്ഷണം വാങ്ങി കടിച്ചിട്ടുള്ള മക്കളാ. വാപ്പാന്റെ കയ്യിൽ നിന്ന് ഉമ്മയുടെ കയ്യിൽ നിന്ന് ഭക്ഷണം വാങ്ങി കടിക്കാത്ത ഒരു മകനുമില്ല, ഒരു മകളുമില്ല. പടച്ചവരെ, ഇന്ന് നമുക്ക് കൊതിയാണ്. ഉമ്മ ഒരിക്കലെങ്കിലും ഒന്ന് ഭക്ഷണം മാറി തന്നിരുന്നെങ്കിലും അല്ലാഹുവേ കൊതിയോടെ കാത്തിരിക്കുന്നവരാ. എങ്കിലെന്റെ പ്രിയപ്പെട്ട മുസ്ലിമേ, ആ ചെറുപ്പക്കാരനുണ്ടായിരുന്ന 1ാമത്തെ ഗുണമെന്തെന്നറിയുമോ? സ്വന്തം കൈകൊണ്ട് ഭക്ഷണം വാരി ഉമ്മാന് തിരിച്ചു കൊടുക്കുന്ന മകനായിരുന്നു എന്ന് അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ അലൈഹി വസല്ലം. ആ മകൻ ഉമ്മാടെ കയ്യിൽ നിന്ന് ഇങ്ങോട്ട് മാത്രം വാങ്ങി തിന്നു പഠിച്ചവനാ. പക്ഷേ ആ ഇങ്ങോട്ട് തിന്നു വാങ്ങി കഴിച്ചു പഠിച്ച മനുഷ്യൻ, ആ മകൻ ഉമ്മായിക്ക് തിരിച്ചും ഭക്ഷണം വാരി കൊടുക്കുമായിരുന്നു എന്ന് നബിയുനാ റസൂലുള്ളാഹി. വാപ്പായിക്കോ ഉമ്മായിക്കും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഭക്ഷണം വാരി കൊടുത്തിട്ടുള്ള മക്കളൊക്കെ ഒന്ന് കൈവക്കിക്ക്. കാണാനുള്ള കൊതിയുണ്ട്. അള്ളാഹു നിങ്ങൾക്കൊക്കെ പുറത്തേരുമാറാകട്ടെ. ഒന്ന് ആലോചിച്ച് നോക്കിയ നിങ്ങൾ, ഒരിക്കലെങ്കിലും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും പെറ്റ തള്ളയ്ക്ക് ചോറ് വാരി കൊടുക്കാൻ നിനക്ക് പറ്റിയില്ലല്ലോ അപ്പാ. അള്ളാഹു നമുക്കൊക്കെ പുറത്തേരുമാറാകട്ടെ. നിങ്ങളെ കുറിച്ചൊന്ന് ചിന്തിക്കുക. ഞാൻ ഒന്നും പറയണില്ല. നിന്റെ ഗതികേടൊന്ന് ചിന്തിച്ചു നോക്കോ. അപ്പൊ എന്റെ നിനക്ക് സമയമില്ല പോയാ ഇതേ താത്താമാരെ, മാതാപിതാക്കൾ ഉണ്ടോന്ന് വെച്ചപ്പോ 2 കൈയും പൊക്കിയ താത്ത ഒരു 10 പെണ്ണുങ്ങളെങ്കിലും ഞാൻ പ്രതീക്ഷിച്ചു. ഒരു 10 താത്താമാരെ അല്ലേ? പെറ്റ തള്ളയ്ക്ക് ഭക്ഷണം വാരി കൊടുക്ക. ഇനി ആ കിളവിക്ക് അതിന്റെ കുഴപ്പം കൂടെ ഉള്ളൂ അല്ലേ? ഉമ്മാനെ ഉമ്മാനൊന്നുമല്ല വിളിക്കണേ, കിളവി. ഇവിടെ എന്താ അതിനെ വിളിക്കുക? ഈ പ്രായമുള്ളവരെന്താ വിളിക്കുക? കിളവി. നിങ്ങളുടെ നാട്ടിൽ എന്താ വിളിക്കുന്നത്? ഞങ്ങളുടെ നാട്ടിലെ കിളവി, കിളവനും കിളവി. എങ്ങനാ? ഇനിയിപ്പൊ അതിന്റെ കുഴപ്പം കൂടെ ഉള്ളൂ. എങ്ങനാ അല്ലേ? ആ മുടിയൊക്കെ നരച്ചുപോയ രോഗം പിടിച്ച് കിടക്കണ തള്ളയ്ക്ക് നന്ദയ്ക്ക് ഇനി വാരി കൊടുക്കാത്തതിന്റെ കുഴപ്പം കൂടെ ഉള്ളൂ. അല്ലാഹു അഅലം. നിങ്ങളെ കുറിച്ചൊന്ന് ചിന്തിച്ചു നോക്ക്. അല്ലാഹു ഒരു പൈസ ചെലവില്ലാത്ത കാര്യമില്ലേ? സ്വന്തം ഉമ്മയ്ക്ക് എന്തേ സഹോദരങ്ങൾ ചിന്തിക്കാത്ത? നീ വിചാരിച്ചു അള്ളാഹിന്റെ സ്വർഗം വെറുതെ കിട്ടുമെന്ന്? ഉമ്മാടെ കൈ നിന്നിട്ട് മാത്രം തിന്നു പഠിച്ചാൽ പോരല്ലോ, തിരിച്ചൊരിക്കലെങ്കിലും ഒന്ന് വാരിക്കൊടു. ഇന്ന് സമയമില്ലല്ലോ ആർക്കും. മാതാവിനും പിതാവിനും ഭക്ഷണം വാരി കൊടുക്കാൻ പോയിട്ട് അവർക്ക് ഖിദ്മത്ത് ചെയ്യാൻ സമയമില്ല. ഉമ്മായിക്ക് ഭ്രാന്ത് കൊണ്ട് ഭ്രാന്താശുപത്രി ഇട്ട് ഉമ്മ അവിടെ നിന്ന് ചാടിയിട്ട് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പോയി ഡോക്ടറെ കണ്ടു. സാറേ എനിക്ക് ഭ്രാന്തുണ്ടോ? ഇല്ലുമ്മ, നിങ്ങൾക്ക് എന്നാ ഒന്ന് എഴുതിത്താ, എന്റെ മക്കളെ കാണിക്കാനാ. ഡോക്ടർ റിപ്പോർട്ട് എഴുതി കൊടുത്തു, ഉമ്മായിക്ക് ഭ്രാന്തില്ലാന്ന്. കൊണ്ടുപോയി വീട്ടിൽ കാണിച്ചപ്പോ മക്കള് പറയും, ഇല്ലുമ്മ നിങ്ങൾക്ക് ഭ്രാന്താണ്. ഇതാവസ്ഥ.
ഇതാ അവസ്ഥ. മാതാപിതാക്കൾക്ക് പ്രാന്താണെന്ന് പറഞ്ഞിട്ട് ഇന്ന് വൃദ്ധസദനങ്ങളൊക്കെ വല്ലാതെ വർദ്ധിച്ചുകൊണ്ടിരിക്കുക. മാതാവിനെയും പിതാവിനെയും നോക്കാനില്ലേ താത്താമാരെ? നിനക്കൊക്കെ സ്വർണവും കിട്ടി, നല്ലൊരു കെട്ടിയവനെയും കിട്ടിയപ്പോ ഉമ്മാനെ ഒന്നും നോക്കായില്ലേ? റമദാനിന്റെ 10-14 ദിവസമായി, നീ ഒന്ന് വിളിച്ചിട്ടുണ്ടോ നിന്റെ ഉമ്മാനെ? ഇന്ന് പോയി നോക്കിയിട്ടുണ്ടാ? ഉമ്മ നോമ്പ് തുറക്കാൻ വല്ലതുണ്ടോ? നിന്റെ വീട്ടിൽ മത്സരവാ. രാവിലെ മുതൽ വൈകുന്നേരം വരെ പട്ടിണി ഇരുന്നതിന് പ്രതികാരം ചെയ്യുന്നത് പോലെ നീ തിന്നുമ്പോ നിന്റെ ഉമ്മാനെ വിളിച്ചിട്ട് ഉമ്മ നിങ്ങൾ ഇത്തിരി കഞ്ഞിയെങ്കിലും കുടിച്ചോ എന്ന് ചോദിക്കോ താത്ത? നിനക്ക് അള്ളാന്റെ സ്വർഗം വെറുതെ ഇട്ടിരിക്ക, അള്ളാന്റെ സ്വർഗം വെറുതെ ഇട്ടിരിക്കാണെന്ന് നീ കരുതിയോ? അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. ഇന്ന് വയത് കഴിഞ്ഞ് ഇന്നത്തെ ദിവസം മക്കളും പെണ്ണുപിള്ള എല്ലാം പൊക്കോണം എവിടെ വേണമെങ്കിലും. ഇന്ന് ഈ വാതിന്റെ സദസ്സിലിരിക്കുന്നവർ പെണ്ണുങ്ങളോട് പറയുന്നു, ഭർത്താവിന്റെ അനുവാദം ചോദിച്ചിട്ട് പോ നിന്റെ അപ്പാടെ ഉമ്മാടെയും അടുക്കൽ, നിന്റെ മാതാവിന്റെയും പിതാവിന്റെയും വീട്ടിൽ ഇന്ന് പൊക്കോണം. ഇന്ന് വീട്ടിൽ പോയിട്ട് ഈ സദസ്സിരിക്കണ സർവ്വ എണ്ണവും ഇന്ന് വീട്ടിൽ പോയിട്ട് അള്ളാഹുവെ രോഗം പിടിച്ച് വീടിന്റെ അകത്ത് കിടക്കുന്ന വാപ്പയുടെയും ഉമ്മയുടെയും ചാരത്ത് ചെന്നിട്ട് കാലി പിടിച്ചിട്ട് കരയണം. മാ പൊരുത്തം തരണേ ഉമ്മച്ചി, അപ്പാ നിങ്ങൾ എനിക്ക് പൊരുത്തപ്പെട്ട് തരണം. നിങ്ങളുടെ കാലിന്റെ ചുവട്ടിൽ ആ സ്വർഗം കിടക്കുന്നത് എനിക്ക് വേണം. കരയണം. കരഞ്ഞു വിളിച്ചിട്ട് ഉമ്മയുടെ കാലി പിടിച്ചിട്ട് ചോദിക്കണം, ഉമ്മ എനിക്കൊരാഗ്രഹമുണ്ട്, സാധിച്ചു തരുവോ? ഉമ്മച്ചി എനിക്കൊരാഗ്രഹമുണ്ട്, നിങ്ങൾ സാധിച്ചു തരുമോ? എന്തേ മോനെ? ഉമ്മ ഈ ആരോഗ്യമൊക്കെ നിങ്ങൾ പട്ടിണി കിടന്നിട്ട് വാരി തന്നതിലുണ്ടായതല്ലേ ഉമ്മ. എനിക്ക് എന്റെ ഉമ്മ മരിക്കുന്നതിന് മുമ്പ് എന്റെ ഉമ്മയ്ക്ക് ഒരു വട്ടമെങ്കിലും ചോറ് വാരി തരണമെന്ന് ആഗ്രഹമുണ്ട്. ഉമ്മ എനിക്കൊരവസരം തരുവോ? ഒരവസരം തരുവോ? നിന്റെ ഉമ്മ നെഞ്ചു പൊട്ടിയിട്ട് കരയും മനുഷ്യ. ഇങ്ങനെ എങ്ങാനും നമ്മൾ പോയിട്ട് അത്ത വാപ്പായോടും ഉമ്മായോടും ചോദിച്ച അവര് കരയും സന്തോഷം കൊണ്ട്. എന്റെ മോൻ എന്നെ മറന്നില്ലല്ലോ എന്നോർത്ത്. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഉമ്മയും വാപ്പയും അറിയണം. ഉമ്മയും വാപ്പയും ഉമ്മയെ കെട്ടിപ്പിടിച്ച് ചുംബനം കൊടുക്കണം. ഉമ്മയ്ക്ക് ചുംബനം കൊടുക്കാൻ തൊലിയെല്ലാം തുളുങ്ങിപ്പോയ ആ ഉമ്മാനിനി എന്ത് ഉമ്മ ഇല്ലേ? ചങ്ങാതി, നിനക്ക് ആഗ്രഹം ഇല്ലെങ്കിൽ ഉമ്മയ്ക്ക് ആഗ്രഹമുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉമ്മാടെ നെറ്റിത്തടത്തിൽ ഉമ്മ കൊടുത്താൽ കിട്ടണ പതിവിന് അറിയോ? മാതാവിന്റെ 2 കണ്ണുകൾക്കിടയിൽ നെറ്റിത്തടത്തിൽ ഉമ്മ വെച്ച അള്ള തരുന്ന പതിവില അറിഞ്ഞിരുന്നെങ്കിൽ മക്കളെ ചുംബിക്കാൻ നിൽക്കൂല ആരും. മക്കളെയും പെണ്ണുമ്പിള്ളയും ചുംബിക്കാൻ നിൽക്കൂല. ഉമ്മയുടെ കാൽച്ചുവെട്ടി പോയി കിടക്കുമായിരുന്നു. ഉമ്മയ്ക്കു തന്റെ പെറ്റ തള്ളയ്ക്ക് ഉമ്മ കൊടുക്കുന്ന ഒരു മനുഷ്യൻ അള്ളാഹു തരുന്ന പ്രതിഫലം അറിഞ്ഞിരുന്നെങ്കിൽ. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. ഇത് പറയുമ്പോ ഈ സദസ്സിലിരുന്ന് പല വാപ്പമാരും കരയുന്നുണ്ട്. ഉസ്താദെ, എന്റെ വാപ്പായ്ക്കും ഉമ്മായ്ക്കും കൊടുക്കണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ രണ്ടുപേരും ഖബറിലായി പോയല്ലോ. അപ്പൊ നിനക്ക് അങ്ങനെ തോന്നുമെങ്കിലും ചെയ്തല്ലോ അപ്പ, അതന്നെ വലിയ കാര്യം. നിനക്ക് അങ്ങനെ ഒന്ന് തോന്നുകയെങ്കിലും ചെയ്തല്ലോ. ജീവിച്ചിരിപ്പുണ്ടായിട്ട് തോന്നാത്ത മക്കളുടെ അള്ളാഹു നിങ്ങളുടെയൊക്കെ മരണപ്പെട്ടവരുടെ ഖബറിടം അള്ളാഹു സ്വർഗമാക്കി കൊടുക്കുമാറാകട്ടെ.